നമുക്ക് ചോദിക്കാം തിയേറ്ററിൽ ആദ്യമായി കണ്ട സിനിമ ഏതാണ്? തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ കാർണിവൽ. മമ്മൂക്ക നായകനാവുന്ന പടം, നായകനായ പടം. ഫാമിലിയോടെ പോണോ പോയി കണ്ടത്? അച്ഛൻ്റെ കൂടെ. വൈകുന്നേരം അന്ന് പാലാഴി പ്രസീദ് എന്ന തിയേറ്ററുണ്ട്. തിയേറ്ററിൽ ആദ്യമായിട്ട് കളിച്ച സിനിമയും കാർണിവലാണ്. അന്ന് വൈകുന്നേരം 6:30, 9:30, 2:30 അങ്ങനെ എന്തായിരുന്നു. 6:30 ഷോയ്ക്ക് അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് ചെറിയ TV, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിൽ അടുത്ത വീട്ടിൽ പോയി നിന്നിട്ട് അങ്ങനെ കണ്ടു തുടങ്ങിയാണ് നമ്മുടെ ബാല്യം. അത് കളറായിട്ട് നമുക്ക് ആശാനെന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഓടി വരുന്ന അതും ആ ഫൈറ്റും, നമുക്ക് ബൈക്കിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ മൂട് കയറിയ കൂട്ടച്ചിരി, അതൊക്കെ ആദ്യമായിട്ട് അതാണ് അത്ര വലിയ സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ട സിനിമ. അതെ. സ്വന്തം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ട സിനിമ ഏതായിരിക്കും? അയ്യോ, അത് വലിയ പണിയാണ്. സ്വന്തം പൈസ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതും സ്വന്തം പൈസയല്ല. സ്കൂളിൽ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ട്യൂഷന് പോകും. അത് അർച്ചന ട്യൂട്ടോറിയൽ ട്യൂഷന് പോകും. ഈ ട്യൂഷന് പോകുന്ന സമയത്ത് അന്ന് മുന്നിലെ സീറ്റിന് 2 രൂപ, 3, 5 അങ്ങനെ ചെയ്ത് തിയേറ്ററിലെ അന്ന് ഞങ്ങൾ പോകുമ്പോൾ പൈസ ഉണ്ട്. ഞങ്ങൾ ക്ലാസ് കട്ടാക്കി പോകുമ്പോൾ അവിടെ അടക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെല്ലെ വിറ്റ് അടുത്ത വീട്ടിൽ നിന്ന് എടുത്തിട്ട് അടുത്ത ചെറിയൊരു പീടിയുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തിട്ട് ചില്ലറ പൈസ കിട്ടും. 25, 10, 30 അങ്ങനെ 2 രൂപ ആക്കിയിട്ട് അങ്ങനെ സിനിമയ്ക്ക് പോലെ. അന്ന് അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതും സ്വന്തം പൈസയല്ല, മോഷ്ടിച്ച പൈസ. ഓക്കെ, ചേട്ടൻ്റെ സിനിമ കണ്ടപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ? അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. ഞാൻ ആദ്യം സപ്തമസ്ത്രീ നോർത്ത് 24 കാതായിരുന്നു ആദ്യം അറിയുന്നത്. അതിൽ കുഞ്ഞു വേഷം, അതിൽ മൊയ്തീൻ എന്ന് പറഞ്ഞ വേണുചേട്ടൻ്റെ കൂടെയുള്ളൊരു കോമ്പിനേഷൻ സീൻ. അത് നേരിട്ട് കാണാൻ പറ്റിയ വലിയൊരു സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. മറ്റേ ഉദയനാഥ നാട്ടിൽ സലീമട്ട ഇരിക്കുന്ന പോലെ ആളെ നോക്കുന്നുണ്ടോ ഞാനായിരുന്നേ എന്നുള്ളത്. പിന്നെ ആളെ കാണിക്കാനായിട്ട് വിളിച്ചത്തേക്ക് മുഖമൊക്കെ കാണിച്ച് ഇയാളല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറേ ആളുകളെ കാണിക്കാൻ ശ്രമം നടത്തിയത്. പിന്നെ പക്രുച്ചേട്ടൻ്റെ കുട്ടിയും കോലും. അത് പിന്നെ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ആളുകളൊക്കെ പോകുന്നവരെ വാച്ചൊക്കെ നോക്കിയിട്ട് മറ്റേ ആരോ തിരയുന്ന പോലെയൊക്കെ അവിടെ നിൽക്കും. ആരും തിരയുന്നതല്ല, അവർ കണ്ടിറങ്ങുമ്പോൾ നന്നായിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആരും കാണാൻ താങ്ക് യു കേട്ടോ. ഞാൻ ഒരാളെ താങ്ക് യു. ഈ സാധനം അത് സ്വാഭാവികമല്ലേ? എല്ലാവർക്കും അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു അല്ല, ഇതിന് വേണ്ടിയിട്ടില്ല ഇത്രയും കഷ്ടപ്പെട്ട ആളുകൾ അടിപൊളിയായി പറയാൻ വേണ്ടി, അത് നന്നായി കണ്ട് പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു. വെൽക്കം.